Hello everyone. Today let's discuss some confusing word pairs in English language. നമ്മൾ ഇംഗ്ലീഷിൽ ഏതൊരു ഇംഗ്ലീഷ് ബേസ്ഡ് ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടായിരിക്കും. ഒന്നിന് പകരം നമ്മൾ മറ്റൊരു വേർഡ് ഉപയോഗിക്കും അല്ലേ? അതെന്തുകൊണ്ടാണ്? ശരിക്കും നമുക്കതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഒന്നിന് പകരം വേറെ ഒരു വേർഡ് നമുക്കങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഓരോ വേർഡ്സിനും അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. സോ കൺഫ്യൂസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ട്രീറ്റ് ആൻഡ് ക്യൂർ. ഇത് രണ്ടും സെയിം മീനിങ് ആണെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതങ്ങനെയല്ല. ഇത് എപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേനും അവർ സ്പീക്കിങ്ങിലോ റൈറ്റിങ്ങിലോ ഒക്കെ ഇങ്ങനെ തെറ്റ് വരുത്താറുണ്ട്. ട്രീറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ചികിത്സിക്കുക അല്ലെങ്കിൽ ചികിത്സയിലാണെന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷെ ക്യൂർ എങ്ങനെയാണോ? അല്ല. സോ ബേസിക് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ treat is a process that leads to an improvement in health but may not include the complete elimination of disease. അതായത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരാൾ ചികിത്സയിൽ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ? അതുകൊണ്ട് അയാൾക്ക് പൂർണ്ണ ആരോഗ്യവാനായി അല്ലെങ്കിൽ അസുഖം പൂർണ്ണമായി ഭേദമായി എന്ന അർത്ഥം വരുന്നില്ല. അതേസമയം ക്യൂർ എന്ന് വെച്ചാൽ എന്താണ്? refers to a complete restoration of health. നമ്മളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് വീണ്ടെടുക്കുക, അസുഖം പൂർണ്ണമായി ഭേദമാവുക. അതിനാണ് നമ്മൾ ക്യൂർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലുക്ക് അറ്റ് an example. He is being treated for a skin disease. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ സ്കിൻ ഡിസീസ് പൂർണ്ണമായി ഭേദമായോ? ഇല്ല, ട്രീറ്റ്മെന്റ് നടക്കുകയാണല്ലേ. അതേസമയം സ്കിൻ ഡിസീസ് ഹാസ് ബീൻ ക്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, സ്കിൻ ഡിസീസ് എന്താണ്? പോയി പൂർണ്ണമായി ആരോഗ്യവാനായി അല്ലെങ്കിൽ അസുഖം മാറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫ്രേസസ് നമുക്ക് നോക്കാം. I feel good and I feel well. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? I feel good എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഇമോഷണൽ ഓർ ഓവറോൾ വെൽ ബീയിങ്. നമ്മളിപ്പം മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി ഭയങ്കര ഹാപ്പിയാണ്, പോസിറ്റീവാണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയും I feel good. അതേസമയം I feel well എന്നുള്ള ഫ്രേസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു ടോക്ക് അബൌട്ട് ഫിസിക്കൽ ഹെൽത്ത്. നമ്മൾ ശാരീരികപരമായിട്ട് ഓക്കെ ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ? നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞ് നമ്മൾ റിക്കവർ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? മറ്റൊരാളോട് പറയും I feel well. അപ്പൊ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് I feel well പറയുന്നത്. പക്ഷെ മാനസികമായിട്ട് നമ്മുടെ ഇമോഷൻസിനെയൊക്കെ റിലേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് I feel good പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ് I feel good after doing my pending homeworks. എൻ്റെ ഹോംവർക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും I feel good എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴൊരു സമാധാനമായി അല്ലെങ്കിൽ I am feeling happy now എന്നുള്ളത് നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ് അവിടെ അല്ലേ? അതേസമയം ആഫ്റ്റർ ഹാവിങ് ആന്റിബയോട്ടിക്സ് I feel well എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അസുഖം ഉണ്ടായിരുന്നു, ആന്റിബയോട്ടിക്സ് എടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് ഭേദമായി തോന്നുന്നു, അതാണ് I feel well. വളരെ ഈസി ആണെന്ന് തോന്നുമെങ്കിലും ഇപ്പോഴും പലരും തെറ്റിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡ് പെയർ ആണ് ഡിസ്കവറും ഇൻവെന്റും. ഡിസ്കവർ എന്ന് വെച്ചാൽ എന്താണ്? ഇനി ആർക്കും തെറ്റാൻ പാടില്ല. അൺകവറിങ് ദി അൺനോൺ. അറിയാത്ത എന്തോ ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കുകയാണ് അവിടെ. പക്ഷെ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, എവിടെയോ ഉണ്ട്, നമ്മളത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതേസമയം ഇൻവെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ. അവിടെ ഒരു നിർമ്മാണമാണ് നടക്കുന്നത്. നമ്മൾ പുതിയതായിട്ടൊരു കാര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പം അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഡിസ്കവർ ആണോ ഇൻവെന്റ് ആണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഡിസ്കവർ. അതേസമയം തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഇൻവെന്റ് ആണോ ഡിസ്കവർ ആണോ യൂസ് ചെയ്യേണ്ടത്? അത് ഇൻവെൻഷൻ ആണ്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. നെക്സ്റ്റ് പെയർ, കംഫർട്ടബിൾ ആൻഡ് കൺവീനിയന്റ്. വാട്ട്സ് ദ ഡിഫറൻസ്? Comfortable means it's a feeling of being relaxed or being at ease without any pain or discomfort. It is used to describe emotional state or physical ease. അതായത് ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ഏറ്റവും ഓക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥ, അതാണ് നമ്മൾ കംഫർട്ടബിൾ ആവുക എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം സേയിങ് സിറ്റിംഗ് ഇൻ ദിസ് ചെയർ ഇസ് കംഫർട്ടബിൾ ഫോർ മീ ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്. ഈ കസേരയിൽ വർക്കിംഗ് അവേഴ്സിൽ ഇരിക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ എന്താ? ഫിസിക്കലി അതിലിരിക്കുന്നത് എനിക്ക് ഓക്കെ ആണ്. ഇനി അതല്ല, വേറൊരു എക്സാമ്പിൾ പറയാണ്. ഐ ആം കംഫർട്ടബിൾ വിത്ത് മൈ പേരൻസ് ഡിസിഷൻ. എൻ്റെ വീട്ടുകാരുടെ തീരുമാനത്തിൽ ഞാൻ കംഫർട്ടബിൾ ആണ്. അതെന്താണ്? നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റെഡിനെസ് ആണ് അവിടെ കാണിക്കുന്നത് അല്ലേ? അപ്പോൾ ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന വേർഡാണ് കംഫർട്ടബിൾ. പക്ഷേ അതേ മീനിങ് ആണ് കൺവീനിയൻറ്റ് എന്നുള്ള വേർഡിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കൺവീനിയൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് സൗകര്യം
എന്നാണ് നമ്മൾ മലയാളത്തിൽ അതിന് ആക്ച്വലി പറയുന്നത്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ്സ് ഈസി ടു യൂസ് ഓർ ഈസിലി ആക്സസിബിൾ. നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായി ലഭിക്കുക, എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ലഭിക്കുക, ആക്സസിബിൾ ആവുക, അതൊക്കെയാണ് കൺവീനിയൻറ്റ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ട്രാവലിംഗ് ബൈ ട്രെയിൻ ഇസ് കൺവീനിയൻറ്റ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ഫാസ്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഡെസ്റ്റിനേഷനിൽ ഏറ്റവും പെട്ടെന്ന് എത്തിച്ചേരാൻ ട്രെയിനിൽ പോകുന്നതാണ് സൗകര്യം, കൺവീനിയൻറ്റ്. നെക്സ്റ്റ്, ഓവർസീസ് ആൻഡ് അബ്രോഡ്. സെയിം മീനിങ് അല്ല, ഡിഫറൻസ് ഉണ്ട്. ഓവർസീസ് എന്നുള്ളത് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവും. എ പ്ലേസ് ദാറ്റ്സ് ഫാർ അവേ ആൻഡ് സെപ്പറേറ്റഡ് ബൈ സീ ഓർ ഓഷ്യൻ. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയുള്ളൊരു സ്ഥലമാണ്, പക്ഷെ ഇവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് എന്തുണ്ടാവാം? ഒരു സീയോ ഓഷനോ ഉണ്ടാവാം. അതുകൊണ്ടാണ് നമ്മൾ ഓവർസീസ് എന്ന് പറയുന്നത്. അതേസമയം അബ്രോഡ് എന്ന് വെച്ചാലോ, ഇറ്റ് ഇസ് ഔട്ട് ഓഫ് വൺസ് ഓൺ കൺട്രി. നമ്മളിപ്പോൾ എന്തെങ്കിലും വിദേശ രാജ്യം എന്നുള്ള സെൻസിൽ പറയുമ്പോൾ അബ്രോഡ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഓവർസീസ് എന്ന് പറയുമ്പോഴത്തേനും കുറച്ചുകൂടി നമ്മൾ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന വേർഡാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ നാച്ചുറലായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അബ്രോഡ് എന്നുള്ള വേർഡ് തന്നെയാണ്. അർത്ഥത്തിൽ വലിയ വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല. നെക്സ്റ്റ് വേർഡ്സ്, ഡിസ്ഇൻട്രസ്റ്റഡ് ആൻഡ് അൺഇൻട്രസ്റ്റഡ്. ഡിസ്ഇൻട്രസ്റ്റഡും അൺഇൻട്രസ്റ്റഡും സെയിം ആണെന്ന് തോന്നുന്നു. ഇത് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ടിൻ്റെ അർത്ഥം താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് പലരുടെയും ധാരണ. പക്ഷെ അങ്ങനെയല്ല. ഡിസ്ഇൻട്രസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപാർഷ്യൽ, ഒബ്ജക്റ്റീവ്, ഓർ നോട്ട് ടേക്കിംഗ് എ സൈഡ് ഇൻ ആൻ ആർഗ്യുമെന്റ്. മലയാളത്തിൽ പറഞ്ഞാൽ നിഷ്പക്ഷമായി. അതായത് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജഡ്ജ്മെന്റ് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും സൈഡ് ചേരാതെ പറയുകയാണെങ്കിൽ എന്താണ്? ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലേ? ആരുടെയും സൈഡ് ചേരുന്നില്ല, നിഷ്പക്ഷമായിട്ടാണ് തീരുമാനങ്ങൾ പറയുന്നത്. അതേസമയം അൺഇൻട്രസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാലാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റിലേറ്റഡ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ അർത്ഥമാവുന്നത്. നോട്ട് ഇൻട്രസ്റ്റഡ്, ബോർഡ്, താല്പര്യമില്ലായ്മ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കോംപ്ലിമെന്റ്, കോംപ്ലിമെന്റ്. സ്പെല്ലിങ്ങിലാണ് ഡിഫറൻസ്. COMPLIMENT, കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ദി ആക്ട് ഓഫ് സേയിങ് നൈസ് തിങ്സ്. മറ്റൊരാൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ അഭിനന്ദിക്കും, പ്രശംസിക്കും. അപ്പോൾ അഭിനന്ദനം, പ്രശംസ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ് COMPLIMENT, കോംപ്ലിമെന്റ്. അതൊരു നൗണായിട്ടും വേർബായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ കോംപ്ലിമെന്റഡ് മൈ സിസ്റ്റർ ഓൺ ഹർ ഡെലീഷ്യസ് കുക്കിംഗ്. ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കുക്കിങ്ങിനെ കോംപ്ലിമെന്റ് ചെയ്തു എന്ന് വെച്ചാൽ അഭിനന്ദിച്ചു അല്ലെങ്കിൽ പ്രശംസിച്ചു എന്നാണ് അർത്ഥം. അതേസമയം COMPLEMENT, കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്. ഇറ്റ് മീൻസ് എ verb that talks about two things that go well together or complete each other. മലയാളത്തിൽ നമ്മൾ പരസ്പര പൂരകങ്ങളാണെന്നൊക്കെ പറയും. ഒന്നിൻ്റെ കൂടെ മറ്റൊന്ന് ചേരുമ്പോഴത്തേനും ഇറ്റ് ഗോസ് പെർഫെക്റ്റ് ടുഗെദർ. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, മൈ ബ്ലൂ ജീൻസ് കോംപ്ലിമെന്റ്സ് മൈ ബ്ലാക്ക് ഷർട്ട്. അപ്പോൾ ഇവിടെ ഏത് കോംപ്ലിമെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്? COMPLEMENT. So don't get confused with these words again. Hope this video is useful. For more tips, follow TGS Academy. ഉറപ്പാണ് വിജയം.